നല്ലതുപോലെ ഉറങ്ങിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഹിഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൈദരാബാദിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലോട്ട് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എടുത്ത് വന്നു. ഹൈദരാബാദിൽ എൻ്റെ പാസ്പോർട്ട് ഇരിക്കുകയാണ്, അതിനാണ് ഞാൻ വന്നത്. ഇനി നെക്സ്റ്റ് പോകുന്നത് ബാംഗ്ലൂരാണ്. എന്നിട്ട് ഹൈദരാബാദിൽ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ, ഹൈദരാബാദ് എയർപോർട്ട് അത്യാവശ്യം വലിയ ഒരു എയർപോർട്ടാണ്. ഞാനിവിടെ എക്സിറ്റിലോട്ട് വന്നിട്ടുണ്ട്. സമയം രാത്രി 10:50 ആയി. അങ്ങനെ ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തു. ഞാനിവിടെ ഭക്ഷണത്തിന് മുന്നിലിരിക്കുകയാണ്. ഞാനിവിടെ വന്നത് ഒരാളെ കാണാനാണ് കേട്ടോ. അവസാനം അദ്ദേഹത്തിനെ കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല. പുള്ളിക്ക് പനിയായിട്ട് കിടക്കുവാണ്. അപ്പം തൽക്കാലം അനസ് ബ്രോനെ കാണാൻ പറ്റി. അനസ് ബ്രോ എന്തുണ്ട് വിശേഷം? എവിടെയാ സ്ഥലം? നാട്ടില് നാദാപുരമാണ് കേട്ടോ. അനസ് ബ്രോന്റെ കൂടെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല അടിപൊളി മട്ടൻ കേട്ടോ. ഞാൻ മട്ടൻ പൊതുവെ കഴിക്കാറില്ല. ഇതിനെന്താ പറയുന്നത്? കടക്ക് മട്ടൻ. നല്ല അടിപൊളി സാധനം കേട്ടോ. കടക്ക് മട്ടൻ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എണ്ണ ഇതൊക്കെ ഉള്ള. നമ്മൾ റൊട്ടിയും കുനാഫയും കഴിച്ചു. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? എന്നെ എത്ര ആളായിട്ട് അറിയാം? എന്നെ എങ്ങനെയാ അറിയാന്നുള്ളത്? ഓക്കെ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ സെയിം പ്രായമാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും സെയിം പ്രായമാണ്. നമ്മളെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഹൈദരാബാദിലെ എക്സ്പോർട്ടിംഗ് പരമായിട്ടും പിന്നെ നമ്മുടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ചെയിന്, പിന്നെ നമ്മളെ സ്വന്തം ബ്രാൻഡായിട്ട് യൂസ് ചെയ്യുന്ന പൗണ്ടി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. നമ്മളത് സ്വന്തമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. പൗണ്ടി ബ്രാൻഡ്. അതെ, എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാം സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രാത്രി ഭക്ഷണം കഴിച്ചേട്ടോ. ഇനി വെളുപ്പാകാലത്ത് എനിക്ക് ഇനി പോയിട്ട് എൻ്റെ പാസ്പോർട്ട് കളക്ട് ചെയ്യണം വേറൊരു ഫ്രണ്ടിൻ്റെന്ന്. പിന്നെ 5 മണിക്ക് വെളുപ്പാലത്ത്. ഇപ്പോൾ സമയം 12 മണിയായിരുന്നു. 5 മണിക്ക് ഇനി 5 മണിക്കൂറില്ല. എനിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട് കേട്ടോ. ഹൈദരാബാദിൽ രാത്രി 1 മണിയായാലും ട്രാഫിക്കിന് ഒരു പന്നൊന്നുമില്ല കേട്ടോ. അത് ആളുകൾ പോകുന്നത് വാലാകോല നീലാണ്ട, അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അല്ലേ ബ്രോ? തോന്നുന്ന പോലെയാണ് കേട്ടോ. 3-4 പേരൊക്കെ വെച്ചിട്ട്. രാത്രി ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഫ്രണ്ടിലാണ് കേട്ടോ എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. പാസ്പോർട്ടൊക്കെ കളക്ട് ചെയ്തു. രാവിലെ ഫ്രണ്ട് ജോലിക്ക് പോയി. ഇന്നലെ രാത്രി എനിക്ക് വേണ്ടി പാതിരാത്രി കേട്ടോ, എനിക്ക് വേണ്ടി ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് വേണ്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രിയത്തെ ബിരിയാണി കഴിച്ചോളാം എന്ന് പറഞ്ഞു. ബിരിയാണി ചൂടാക്കുവാണ്. ഇവിടെ കണ്ടില്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ്. कैसा है? ठीक है। बहुत लॉन्ग का बाद मिल रहा है। अच्छा है ना? अच्छा है। आपके लिए छोटा वाला गिफ्ट है. क्या वो? शुक्रिया थैंक यू. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ. ഭയങ്കര ഭാവമാണ് കേട്ടോ. രാവിലെ ഞാൻ ബിരിയാണിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ്. നോ ആൻറ്റി ധന്യവാദം. ഈ ടാങ്ക് ജ്യൂസ് വേണമെന്ന് ചോദിക്കുകയാണ്. ബിരിയാണിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ആ ഇതിൽ കാണുന്നത്. ഓക്കെ, അഗലേ ബാർ മിലേഗ. ചലോ. ഞാനങ്ങനെ ഇനി ഇറങ്ങുവാണ് ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട്. യൂബർ വിളിച്ചു. ഹെൽമെറ്റ് ഓക്കെ. ഇവിടെ ഹെൽമെറ്റൊന്നും ഇല്ല കേട്ടോ ആർക്കും. അതുകൊണ്ട് ഹെൽമെറ്റൊന്നും വേണ്ട. പിന്നേനാ ഞാൻ ട്രെയിനിൽ കയറാൻ വേണ്ടി ഒരു ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ട്രെയിനിൽ ഇവിടെ ആളുകൾ നടക്കാനും വ്യായാമം ചെയ്യാനുമാണ് കേട്ടോ ഈ ട്രെയിൻ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ട്രെയിനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ എടുത്ത ടിക്കറ്റ് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞാനിനി യൂബറിൽ പോവാം, അല്ലെങ്കിൽ ലേറ്റാവും. ഇവിടുത്തെ ട്രെയിൻ വരാൻ ലേറ്റാണ് കേട്ടോ. നമ്മുടെ യൂബർ എവിടെ പോയി? യൂബർ അപ്പോൾ അതിൽ രാവിലെ ട്രാഫിക്ക് ഒരു വിഷയമില്ല കേട്ടോ. ട്രാഫിക്കും ചൂട്, നല്ല ചൂടുണ്ട് ഇവിടെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ സുന്ദരികളാവുകയാണ് ഇവിടുത്തെ 2 പെൺകുട്ടികൾ. ഞാൻ കയറി വന്നത് എൻ്റെ പഴയ 1 വർഷം മുന്നേ പരിചയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്താണ്. വന്ന ഉടനെ അവർ മാഗി തന്ന് എന്നെ സ്വീകരിച്ചു. പ്രകൃതി, how are you? Hi, I'm good. How are you? How is your work going on? Everything is just going and all. മെറ്റയിലാണ് കേട്ടോ അവൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അണ്ടറിൽ മെറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് മീറ്റ് യു ലാസ്റ്റ് ടൈം. വാട്ട്സ് യുവർ നെയിം?
വൈഷ്ണവി, യു ആർ ഫ്രം നാഗ്പൂർ. Yes. നാഗ്പൂരിൽ നിന്നാണ് വൈഷ്ണവി. അവള് ലക്നൗ എന്നാണ് കേട്ടോ. യു പി മഹാരാഷ്ട്രയിൽ നിന്നാണ്. And we have to come this time. ബട്ട് ഐ ബീൻ ടു ലക്നൗ ഓൾറെഡി. വെൻ ഐ കമ്മിങ് ടു കേരള? Very soon. Huh? Very soon. Very soon. Okay. Welcome to Kerala. Thank you for the Maggie. Vaishnavi is the cook. Thank you, Vaishnavi. എല്ലാം പെട്ടെന്ന് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ്. എനിക്ക് വൈഷ്ണവി അവരും കുറച്ച് മാഗിയൊക്കെ പാക്ക് ചെയ്ത് തന്നു. മിലേഗ അകലെ ബാർ മിലേഗ. ഓക്കെ. Jaldi milenge. നമ്മുടെ ജപ്പാനിക്കാരി നമ്മുടെ ഷിസുക്കേനെയൊക്കെ വന്നപ്പം ഷിസുക ഹൈദരാബാദിലൊക്കെ എത്തിയപ്പോൾ ഞാൻ ഇവിടെയാണ് കേട്ടോ പറഞ്ഞു കേട്ടോ. ഹൗ വാസ് ഷിസുക? She's very nice. She's very good. ഓക്കെ. ഷിസുക്കേര വന്നപ്പോൾ ഇവരാണ് കേട്ടോ നോക്കിയത്. ഞാൻ ഷിസുക്ക നമ്മുടെ ജപ്പാനീസ് പെയിൻറ്റർ ഉണ്ടല്ലോ, അവളെ ഞാൻ ഇവിടെ പറഞ്ഞയച്ചായിരുന്നു. അപ്പം എൻ്റെ ബസ് വരാറായി കേട്ടോ. ബസ് വന്നു. ഞാൻ ബസ് ബുക്ക് ചെയ്തത് ഒരു മാട്ട കുഞ്ഞു വണ്ടിയിൽ. അവർ അയ്യോ ചൂടെടുത്ത് മണിക്കൂറോളം ഇരുത്തി കൊണ്ടുവന്നു. അവസാനം ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബസ് കേട്ടോ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുമ്പോൾ നല്ല മഴയാണല്ലോ ഇവിടെ എല്ലാം. എനിക്കൊന്ന് ബസ് ലേറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ബസ് നിർത്തിയിട്ട് വാഷ്റൂം ഉപയോഗിക്കേണ്ടി വന്നതാണ്. പട്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ കേരളത്തിൽ പോകുന്ന വണ്ടിയാണ് കേട്ടോ. എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയാണ് ഈ കാണുന്ന KL. ബസ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എന്തോ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഒരു ഗോലി സോഡയും നമ്മുടെ ലോട്ടോ ചോക്കോപ്പയും. എനിക്ക് നാളെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒന്നും പറ്റാതിരിക്കാൻ എൻ്റെ അടുത്ത രാജ്യമായിട്ടുള്ള UK പോവാണ്. 111ാമത്തെ രാജ്യമാണ് UK, യുണൈറ്റഡ് കിങ്ഡം. അങ്ങോട്ട് പോവാണ്. ലണ്ടനിലോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഗിയാണ് കേട്ടോ കഴിക്കുന്നത്. ഒന്നും വരണ്ട, വയറൊന്നും കേടാവണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ കഴിക്കുന്നത് നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ കട്ടിയായി ഒരുമാതിരി ഇതാ കഴിക്കാൻ പോലും പറ്റില്ല. കുഴപ്പമില്ല, തൽക്കാലം ഇത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബാംഗ്ലൂർ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഉപ്പ് കൂടിയോന്നൊരു സംശയമുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും. ബാംഗ്ലൂർ പോകുന്ന വഴിയിലാണ്. ബാംഗ്ലൂർ ഇനിയും പോകാനായിട്ട് ഒരു 2 മണിക്കൂർ എടുക്കും കേട്ടോ, ട്രാഫിക് വെച്ചിട്ട്. എനിക്ക് എന്നിട്ട് നാളെ രാവിലെയാണ് എനിക്ക് ലണ്ടനിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വരുന്നത് പാട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇറങ്ങാം, എന്നിട്ട് എയർപോർട്ടിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. വന്നിറങ്ങിയതേ ഉള്ളൂ. നോക്കിയപ്പം 2-3 മലയാളികൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ബൈക്കൊക്കെ ആയിട്ട്. അവരെടുത്ത് തന്നെ ചോദിക്കാം. ഹായ്, നമസ്കാരം. പേരെന്താ? പ്രവീൺ, അർജുൻ്റെ അനിയത്തി അഞ്ജന, ആഷിഖ്, അനീഷ്. ഇവരെല്ലാവരും പല സ്ഥലത്തോ. ചാലക്കുടി, കണ്ണൂർ. ബ്രോയോ എവിടെയാ? ചാലക്കുടി. ബ്രോയോ? കൊല്ലം. ഓ, നിങ്ങൾ കൊല്ലമാണ്. ആ, ഞാൻ തിരുവനന്തപുരം. ആ, അപ്പോൾ ഇവരിങ്ങനെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് എയർപോർട്ട് ടോൾ ഗേറ്റ്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ടോൾ ഗേറ്റ്. പിന്നെ നമ്മുടെ ആ ഭാഗത്തോട്ട് എയർപോർട്ടാണ്. ഏകദേശം എനിക്കൊന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം രാത്രി 10:30 മണിയായി കേട്ടോ. ഞാനിനി കുറച്ച് ഗ്രോസറി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോവാണ് എയർപോർട്ടിലത്തേക്ക്. അപ്പുറത്ത് ചെറിയ എന്തോ ടൗൺ ഉണ്ടെന്ന് പുള്ളി എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. പോവാം ബ്രോ. ഞാനങ്ങനെ എയർപോർട്ടിലോട്ട് വന്നു. ടെർമിനൽ 1-ൽ നിന്ന് ടെർമിനൽ 2-ലോട്ട് ഷട്ടിൽ ബസ് എടുത്ത് വന്നു. എയർപോർട്ട് നമ്മുടെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ബ്രോ ഹയറോന്നോ? നമ്മുടെ കാസർഗോഡുള്ള ഒരു ബ്രോയാണ് കേട്ടോ. പേരെന്താ? ഇർഫാൻ. ഹാപ്പി ജേണി കേട്ടോ. പൊളിക്കുക കേട്ടോ. പുള്ളി ജോലിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം നല്ല രസമുള്ള, കാണാൻ നല്ല രസമുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ. കുറേ മരങ്ങൾ, കുറേ നല്ല രസമാണ്. ഇത് പുതുതായിട്ട്, ഇത് ടെർമിനൽ 2 ആണ്. മാത്രമല്ല ഞാൻ ഈ വന്ന ബസ്സിൽ നോക്കിയാൽ അറിയാം ഫുള്ള് മലയാളികളായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഒരു ബസ്സിൽ നമ്മൾ ടെർമിനൽ 1-ൽ നിന്ന് ടെർമിനൽ 2 ഭാഗത്തോട്ട് വന്നത്. കാരണം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പല വിമാനത്താവളങ്ങളിലും ഫ്ലൈറ്റ് റേറ്റ് നിരക്ക് കൂടുതലായതുകൊണ്ട് എല്ലാ ആൾക്കാരും ബാംഗ്ലൂരിലോട്ടാണ് കേട്ടോ വരുന്നത്. ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ നിന്ന് നല്ല നിരക്ക് കുറഞ്ഞ് പല രാജ്യത്തോട്ടും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നത് ലണ്ടനിലോട്ടാണ്, UK-ലോട്ട് മുംബൈക്കാട്ടി ചീപ്പായിട്ട് എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. നമ്മുടെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നമ്മുടെ ഡിപ്പാർച്ചർ ടെർമിനലാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് മനോഹരം. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ല ഈ ഒരു എയർപോർട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇനി എനിക്കൊരു 8-10 മണിക്കൂറുണ്ട്. ഞാൻ കിടന്നുറങ്ങും. ഞാൻ എത്തിഹാദിലാണ് കേട്ടോ ലണ്ടനിലോട്ട് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് അബുദാബിയിൽ നിന്ന്
ലണ്ടനിലോട്ടാണ് പോകുന്നത്. അബുദാബിയിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂർ ഫ്ലൈറ്റ് എന്തോ ആണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് 6 മണിക്കൂർ എന്തോ ഫ്ലൈറ്റാണ് കേട്ടോ. ബട്ട് അബുദാബിയിലോട്ട് പോകാനായിട്ട് ആകാശ എന്ന് പറയുന്ന എയർ ആണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എത്തിഹാദ് ഫ്ലൈറ്റിലല്ല ഫുള്ള് പോകുന്നത്. എത്തിഹാദിൻ്റെ ഇവിടുത്തെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് ആകാശയാണ് കേട്ടോ. എല്ലാ ഫ്ലൈറ്റും അല്ല. അപ്പോൾ ആകാശ എയറിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. ബാക്കി പിന്നെ എത്തിഹാദ് വിമാനത്താവളത്തിലാണ് അബുദാബിയിൽ നിന്ന്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഒരു സാഡ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ഞാൻ UK പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ ഇത് പുതിയ പാസ്പോർട്ട്, പഴയ പാസ്പോർട്ടിലാണ് UK വിസ. അത് പാസ്പോർട്ട് ഡാമേജ് ആയത് നിങ്ങൾക്ക് അറിയില്ല, ആംബിസോളിലൊക്കെ വീണത്. ബട്ട് UK വിസ കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് കളർ മാർക്കുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ചെക്കിനൊക്കെ കഴിഞ്ഞു. ആ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എനിക്ക് ബോർഡിംഗ് പാസ് തരാൻ പോയപ്പോൾ പുള്ളിക്കാർ ഉടനെ അവരുടെ ഒരു സൂപ്പർവൈസറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞു ഇല്ല ഇത് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അബുദാബിയിൽ എമിഗ്രേഷനെ കോൺടാക്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് UK അയച്ചിരിക്കുകയാണ്. UK എമിഗ്രേഷന് അവരുടെ റെസ്പോൺസിന് വേണ്ടി വയ്ക്കുകയാണ്. സത്യത്തിൽ പോവാൻ കേട്ടോ. അപ്പോൾ അബദ്ധപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അവർ എനിക്കറിയില്ല ഡിനേ ചെയ്യുമെന്ന്. പുള്ളിക്കാരെ എൻ്റെ കീറിയ പേജും എല്ലാം ഒക്കെ അയച്ചു കൊടുത്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ വേറൊരു മലയാളി സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെയാണ് കണ്ടത്. പക്ഷേ പുള്ളിക്കാരനെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അങ്ങ് കടത്തി വിട്ടേനെ. ഇതിപ്പോൾ അറിയില്ല. ആകാശ എയർലൈനിലാണ് ഞാൻ അബുദാബിയിലോട്ട് പോകുന്നത്. അബുദാബിയിൽ നിന്ന് പിന്നെ എത്തിഹാദിൻ്റെ മറ്റൊരു വിമാനത്തിൽ ലണ്ടനിലോട്ടാണ്. നമ്മുടെ ഈ ഒരു ഏരിയ എന്നെ ഒഴിഞ്ഞു കേട്ടോ. ഞാനിപ്പം കരയും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഹോപ്പും ഇല്ല. ആ മലയാളിയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ചേട്ടൻ, പാവം. Bro. എനിക്ക് ടെൻഷൻ ബ്രോൻ്റെ നെഞ്ചടിക്കുന്നു കേട്ടോ. ഞാൻ 2 പ്രാവശ്യം മൂത്രം ഒഴിക്കാനൊക്കെ പോയി. കാരണം ഭയങ്കര ടെൻഷൻ കേട്ടോ. ബ്രോ ഇല്ലായിരുന്നു നടക്കുകയാണ് കേട്ടോ. ഗൂഗിൾ രാഹുൽ ബ്രോ. ഓക്കെ, ഫൈനലി നടന്നു. സത്യം പറയാമല്ലോ, പുള്ളി കാരണമാണ് കേട്ടോ. മറ്റേ ആള് വേറൊരു ഓഫീസറുണ്ട് ഇവരുടെ ഹെഡ് സൂപ്പർവൈസർ, അവനാണ് കൊളാക്കിയത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇവൻ ഫോഴ്സ് ചെയ്ത് ഇവർ റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അവർക്ക് ഇതാണ് യൂട്യൂബറാണ്, അതാണ് രാഹുൽ ബ്രോ. സത്യം പറയാമല്ലോ, അയ്യോ എനിക്ക് കരച്ചിൽ വരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി. അല്ലെങ്കിൽ ഞാൻ അന്ന് കൊറിയയിൽ പോവാതെ കരഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഇപ്പോഴും കഴിയുമായിരുന്നു. അത് നടക്കേണ്ടി വന്നില്ല. ബ്രോ, താങ്ക് യു ബ്രോ. ഓക്കെ, ഇത് ബാംഗ്ലൂർ ടു അബുദാബിയാണ്. ഓക്കെ, പാർഷ്യലി ഫെയിൽഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് സെക്കൻഡ് സെക്ടർ അവിടെ ട്രാൻസ്ഫർ ഡെസ്ക് ഉണ്ട്. ഓക്കെ, എവിടെ? അബുദാബിയിൽ. 1.5 മണിക്കൂറേ ഉള്ളൂ. ഇല്ല, ഓൺ ദി വേ. Okay. I think 20 so much. No worries. Thank you so much. It has been accepted. I got a reference number. Okay. ഞാൻ അങ്ങനെ എമിഗ്രേഷനും കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു. ഞാൻ ഇനി നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാണ്. ഞാൻ ഒരു പുള്ളിയെ കണ്ടു, അതായത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിലിരിക്കുന്ന ഇമിഗ്രേഷൻ ഓഫീസറില്ലേ, അയ്യോ എന്തൊരു സ്നേഹം. പുള്ളിക്കാരൻ ട്രാവലൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കര സംസാരമായിരുന്നു, നല്ല അപ്രോച്ചബിൾ ആയിരുന്നു. ഞാനും പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, പൊതുവെ BOEയിലൊക്കെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ബട്ട് നിങ്ങൾ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. എൻ്റെ ഫ്ലൈറ്റ് 15 സമയമായി കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോകണം. അബുദാബി D3 7 മിനിറ്റ്. വിചാരിച്ചു ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെന്ന്. എനിക്കൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. നോക്കിക്കേ, ഫുള്ള് പച്ചപ്പും ഹരിതാപകരവും. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട്. ഫുള്ള് പച്ചപ്പ്, നല്ല ഭംഗിയുള്ള എയർപോർട്ട് കേട്ടോ, നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട്. ഒരു ചെറിയൊരു ഗാർഡൻ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ധാരാളം ഇതുപോലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്, നല്ല മനോഹരം. ഞാൻ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാണ്. ഞാൻ നല്ല ലേറ്റായി. അങ്ങനെ ഇനി നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇനി എത്തിഹാദ്
അബുദാബിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അവിടെ നിന്നും എനിക്ക് എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടില്ല. അബുദാബിയിൽ നിന്ന് UK പോകുന്ന ബോർഡിംഗ് പാസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആകാശ എയർലൈനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന എയർലൈനിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ അബുദാബിയിലെത്തി. ഇനി നെക്സ്റ്റ് എത്തിഹാദ് വിമാനം. ഇനി 1 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടണം. ബോർഡിംഗ് പാസ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിനെന്തെങ്കിലും ഇഷ്യൂ വരുമെന്നും അറിയില്ല കേട്ടോ. എന്നിട്ട് അടുത്ത ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാം. അങ്ങനെ അബുദാബിയുടെ ട്രാൻസ്ഫർ കൗണ്ടറിലൂടെ ഞാൻ ഇവിടുത്തെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അബുദാബി എയർപോർട്ട്. എത്തിഹാദിൻ്റെ പ്രധാന ഹബ്ബാണ് ഈ കാണുന്ന എയർപോർട്ട്. അബുദാബിയിലൊരു ഉപയോഗം എന്ന് പറയുമ്പം US പോകുമ്പോൾ, അമേരിക്കയിലോട്ട് പോകുമ്പം ഇവിടെ നിന്നൊരു പ്രീ ക്ലിയറൻസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് എമിഗ്രേഷൻ ക്ലിയർ ചെയ്യേണ്ട, ഇവിടെ നിന്നേ ക്ലിയർ ചെയ്ത് പോവാം. ഇങ്ങോട്ട് കയറുമ്പോൾ വേറൊരു സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ ഉണ്ടല്ലോ. എല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എത്തിഹാദ് വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഞാൻ ഇനി പോട്ടെ, ഇനിയിപ്പോൾ സമയമായി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അബുദാബിയിൽ നിന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലോട്ട് പോകുന്ന എത്തിഹാദ് വിമാനം. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. ഇതാണ് എത്തിഹാദ് വിമാനം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിമാനമാണ് കേട്ടോ. എത്തിഹാദിൽ ഞാൻ എനിക്കൊന്ന് 2-3 തവണയാണ് കേട്ടോ എത്തിഹാദിൽ കയറുന്നത്. ഞാൻ വന്നെത്തിയത് 2 മലയാളികളുടെ നടുക്ക് കേട്ടോ. പുള്ളിക്കാരൻ ഓൾറെഡി എന്നെ അറിയായിരുന്നു. അതുകൊണ്ട് വരുന്ന വിഷ്ണു. അവിടെ സ്ഥലം അങ്കമാലി. എന്ത് ചെയ്യുമോ ലണ്ടനിൽ? എന്തായിരുന്നു? അല്ല, അവിടെ എന്ത് ചെയ്യാം? ക്രിസ്റ്റലിൽ സ്റ്റുഡൻ്റായിട്ട് പോയതാണ്. ഇപ്പോൾ വർക്ക് ചെയ്യാം. ഓക്കെ. എന്ത് ചെയ്യുമോ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. ലണ്ടനിലാണോ? ലണ്ടനിലാണ്. കണ്ടതിൽ സന്തോഷം. ഞാൻ ഇവരുടെ നടുക്ക് തന്നെ എത്തി കേട്ടോ. 2 മലയാളികളുടെ നടുക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ ഒരു ചെറിയൊരു സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ലണ്ടനിലെത്തിയിട്ട് ബാക്കി കാണാം. നമ്മളിവിടെ അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 7 മണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ ലണ്ടനിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി, നല്ല സ്മെല്ലുള്ള ബിരിയാണി. അവസാനം നമ്മൾ ബെൽജിയത്തിൻ്റെ മുകളിലൂടെ നമ്മൾ UK എൻ്റർ ചെയ്യുവാണ്. ലണ്ടനിലാണ് കേട്ടോ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ തരാം. ഓൾമോസ്റ്റ് നമ്മുടെ മഗ്രിബ് റീജിയനിലെല്ലാം ഓൾറെഡി തന്നെ ഡെസേർട്ടഡ് ആയിട്ടുള്ള റീജിയനെല്ലാം ഓറഞ്ച് കളറായിട്ട് കിടക്കുവാണ് കേട്ടോ. എനിക്ക് ഇനി പോകേണ്ടത് ഈ കാണുന്ന റീജിയനിലാണ്. പക്ഷേ ഇവിടെ എല്ലാം വിസ കിട്ടാൻ കുറച്ച് പാടുമാണ്. പിന്നെ ഈ കാണുന്ന റീജിയനിൽ ലെബനോൺ വിസ എടുക്കണം, സിറിയ ഈ ഭാഗത്തോട്ടൊക്കെ. നമ്മളങ്ങനെ അവസാനം ബ്രിട്ടീഷ് ഐലൻഡിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങി നമ്മുടെ എമിഗ്രേഷനിലോട്ട് പോവാണ്. എമിഗ്രേഷനിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. കാരണം അവിടെ നിന്ന് ഓൾറെഡി അവർ നമ്മുടെ UK എമിഗ്രേഷൻ ബോർഡർ ഫോഴ്സിൻ്റെ അടുത്ത് ഇത് ചെയ്തിട്ടാണ് കേട്ടോ, അപ്രൂവൽ കിട്ടിയിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയത്. നമ്മുടെ അറൈവൽ ബാഗേജ് റീക്ലൈമിങ്ങിനൊക്കെ കണ്ടില്ലേ, ഈ കുറച്ച് നാഷണലിന് വേറെ പ്രത്യേകം UK EU പിന്നെ അതിൽ തന്നെ സ്വിസ് പിന്നെ US ജപ്പാൻ കൊറിയ അവർക്കൊക്കെ ഇങ്ങോട്ടാണ് കേട്ടോ, സിംഗപ്പൂറുകാർക്ക്. ബാക്കി എല്ലാ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങോട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ UK എമിഗ്രേഷൻ കഴിഞ്ഞു. ഇതിനിടയിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു ഫസ്റ്റ് ആണോ, എന്തിനു വന്നു, അതാണ് ഇതാണ്. ഞാൻ നോർമലായിട്ട് പറഞ്ഞു 2-3 ദിവസമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും ചെക്ക് ചെയ്തില്ല. എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10-20,000 യൂറോ ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു നീ കുറേ ട്രാവലൊക്കെ ചെയ്തിട്ടുള്ളല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ, എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം അവരുടെ സിസ്റ്റത്തിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് കേട്ടോ, ഞാൻ കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന്. ഇനി എൻ്റെ സാധനം ബാഗ്
അബുദാബി 7. എൻ്റെ ബാഗിൻ്റെ കോലം നോക്കിക്കേ, ഇതൊക്കെ തിരിഞ്ഞു വന്നു കേട്ടോ. ഞാൻ അപ്പുറത്താണ് ഈ സാധനം ഇട്ടിരുന്നത്. അങ്ങനെ ബാഗ് ഇവിടെ അറൈവ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. എൻ്റെ 111ാമത്തെ രാജ്യത്തിലോട്ടാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്, UK, യുണൈറ്റഡ് കിങ്ഡം. ഇതിനിടയിൽ എൻ്റെ കൂടെ ഗുജറാത്തിൽ പഠിച്ച എൻ്റെ ഒരു സീനിയർ ഉണ്ട് കേട്ടോ, മലയാളിയാണ്, ഹാഫ് ഗുജറാത്തിയാണ്. അവളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ബംഗാളി, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? ഒന്നും കഴിക്കില്ലേ? ഓ താങ്ക് യു. അതില്ലേ പറയാണ് കേട്ടോ, നീ എനിക്ക് പൂവൊന്നും കൊണ്ടുവന്നില്ലാന്ന്. ഞാൻ ചോദിച്ചു, നീ എൻ്റെ കാമുകയല്ലേ ഇനി പൂ കൊണ്ടുവരാൻ? എൻ്റെ ചേച്ചിയാണ് കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും നോക്കില്ല അല്ലേ, മാറി ഇടിച്ചിടും. ഒരു ടിക്കറ്റ് എടുക്കാൻ 16 പൗണ്ട് 50 ഇത് കേട്ടോ. ഈ സെയിം ഫ്ലൈറ്റിനാണ് ഞാൻ അയർലൻഡിലോട്ട് ഫ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ 2000 രൂപ. ഫസ്റ്റ് ടൈം ഇൻ ലണ്ടൻ മെട്രോ. ഞാനിനി യൂൺസ്റ്റലിലോട്ട് അതുല്യയോടെ പോവാണ് കേട്ടോ. അതില്യ മാത്രമല്ല, നമ്മുടെ കൂടെ പഠിച്ച കുറേ പേര് ലണ്ടനിലാണ്, ബട്ട് അവരൊക്കെ ഭയങ്കര ബിസിയാണ് കേട്ടോ. അതില്യ മാത്രമാണ് എനിക്ക് റിപ്ലൈ തന്നിട്ട് ഇടാ ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇത്രയും ലോല ഹൃദയ നീയാണ് കേട്ടോ. ജോബിൻ്റെ അടുത്ത് പറ. ജോബിനൊക്കെ ആണെങ്കിൽ മെസ്സേജിന് പോലും റിപ്ലൈ തന്നില്ല. ഒരുത്തനുണ്ട് കേട്ടോ, ജോബിൻ എന്ന് പറയുന്നത് നമ്മളെ കൂടെ പഠിച്ചത്. നീ 4 വർഷമായിട്ട് കണ്ടവനാ? അവൾ ഇവിടെ UK 4 വർഷമായിട്ടുണ്ട്, ജോബിൻ 4 വർഷമായിട്ടുണ്ട്. എന്നിട്ടും അവൾ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ കാണുന്ന, ഞാൻ മെട്രോ എന്നാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ ലണ്ടനിലൊക്കെ അവർ ട്യൂബ് എന്നാണ് കേട്ടോ പറയുന്നത്. പുറത്ത്, സിറ്റിയുടെ പുറത്ത്, ലണ്ടൻ്റെ പുറത്തോട്ട് പോകുന്ന ഇതുപോലത്തെ ട്രാൻസ്പോർട്ടിന് ട്രെയിനായിട്ട് പറയും. ഇതിനകത്തുള്ള മെട്രോയ്ക്ക് അവർ ട്യൂബ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സമയം 8:30 മണിയായി കേട്ടോ. പക്ഷെ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് വളരെ ലേറ്റായിട്ടാണ്. ഇന്റർചേഞ്ച് ചെയ്ത് വേറെ ട്യൂബ് എടുക്കാൻ വേണ്ടി അതിലൂടെ വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, തുർക്കിഷ് റിവേര, നമ്മുടെ അന്റാലിയ ആ ഭാഗത്തുള്ള പരസ്യമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ വലിയൊരു പരസ്യം വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഞാനല്ലേ. എന്താ ഇവിടെ മുമ്പ് UK ബസ്സിൽ കേരള ടൂറിസത്തിൻ്റെ പരസ്യം ഇട്ട് നീ കണ്ടാ? അത് കണ്ടില്ലേ? അതിപ്പോൾ ഉണ്ടോ? UK ബസ്സുകളിലൊക്കെ കേരള ടൂറിസത്തിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് വന്നിട്ട് അങ്ങനെ വല്ലതും ചെയ്യുമെന്നോ അറിയില്ല. ഇവിടെ യൂൺസ്റ്റൺ സ്റ്റേഷൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കേട്ടോ, ട്രെയിൻ സ്റ്റേഷനാണ്. സമയം എന്താണ്ട് 9 മണിയായി. നമ്മുടെ ചന്ദ്രൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല നിലാവുള്ള. ഇവിടെ ലേറ്റായിട്ടാണ് നമ്മുടെ സൺസെറ്റ് ആവുന്നത്, സമ്മർ ആയതുകൊണ്ട് തന്നെ ഉള്ള കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ സമയം 9:33 ഈ കാണുന്ന 9:39 ട്രെയിനിൽ ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് പോവുകയാണ്. ഇതുവരെ കേട്ട പ്ലാറ്റ്ഫോം വന്നിട്ടില്ല, പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്. കുറേ ആൾക്കാർ പ്ലാറ്റ്ഫോം നോക്കി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. സൂക്ഷിച്ച് പോവാ, എൻ്റെ ട്രെയിൻ വന്നില്ല കേട്ടോ. ലേറ്റ് അവസാനം വേറെ ഭാഗത്തോട്ട് പോകുന്ന ഒരു ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച കാണാം. ട്രെയിന് നല്ല ലേറ്റ് കേട്ടോ, 4-5 ട്രെയിന് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ലേറ്റ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അവസാനം ഞാനതുകൊണ്ട് വേറൊരു ട്രെയിനിലോട്ട് കയറിയിരിക്കുകയാണ്. വയ്യ കേട്ടോ. ഇനിയിപ്പോൾ പാതിരാത്രി 1 മണിക്കാണ് എത്തുന്നത്. ജർമ്മൻ ട്രെയിൻ പോകാനാണല്ലോ. ജർമ്മൻ ട്രെയിനും സാധാരണ പൊതുവെ ലേറ്റാണ്. ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. UK എൻ്റെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. UK വിസ ഇപ്പോൾ തീരും. UK വിസ ഞാൻ 6 മാസം മുന്നേയൊക്കെ എടുത്തു വെച്ചതാണ്. UK വിസ 5-6 ദിവസത്തിനുള്ളിൽ തീരും. അതുകൊണ്ട് ഞാൻ UK പെട്ടെന്ന് വിടും കേട്ടോ. അയർലൻഡിൽ നിന്ന് പോവും, UK പോവും, പിന്നെ ഞാൻ ജസ്റ്റ് യൂറോപ്പിലോട്ട് പോകും. അതാണ് എൻ്റെ പ്ലാൻ. ഫൈനലി ട്രെയിൻ ലേറ്റായി. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത ഭാഗത്തോട്ടല്ല എത്തിയിട്ടുള്ളത്, വേറെ ഏതോ ഭാഗത്താണ്. അയ്യോ, ചക്രാണല്ലോ. അങ്ങനെ ഫൈനലി ഞാൻ എത്തിയിട്ടുണ്ട്. മാഞ്ചസ്റ്ററിൽ എത്തിയില്ല, ഞാൻ ക്രൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അവിടെ പിന്നെ എന്നെ 2 പേര് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു പുള്ളി എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം, സോഷ്യൽ മീഡിയ വഴി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. പിന്നെ വേറൊരാളും കൂടെ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഫ്യൂവലിൻ്റെ പ്രൈസൊക്കെ ഈ യുദ്ധം കാരണമൊക്കെ നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. എല്ലായിടത്തും കൂടുകയാണ് കേട്ടോ. ബ്രോ ഹായ്. ബ്രോ എന്നെ പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അറഫാത്ത്. എന്നെ വേറെ ആർക്കും അറിയാൻ സാധ്യത ഒന്നുമില്ല. ആളുകൾക്കറിയാം. ബ്രോന്റെ ഫ്രണ്ട്സ് നോക്കിയാ മെസ്സേജ് അയക്കും. ഞാൻ റോഷന്റെ ഫ്രണ്ടാണ്. അപ്പൊ റോഷന്റെ ഒപ്പം ഇങ്ങനെ നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ടല്ലേ. ഇവിടെ എത്ര വർഷമായി? ഞാൻ ഓൾമോസ്റ്റ് 16 years ആയി. 16 വർഷമായി കേട്ടോ.
പിന്നെ റോഷൻ ബ്രോ പുള്ളി അവിടെ ഗ്യാസിന് പൈസ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. പെട്രോളിന് ഇവിടെ അല്ല സോറി ഡീസലിനും പെട്രോളിനൊക്കെ എത്രയാ റേറ്റ് വരുന്നത്? 185.9 ആണ് ഡീസൽ പെർ ലിറ്റർ. പെർ ലിറ്റർ 180, അതായത് ഇന്ത്യൻ രൂപയിൽ എത്രയാ ബ്രോ? ഇന്ത്യൻ രൂപയിൽ ഇപ്പോഴത്തെ എത്ര 128 129 അല്ലേ? 129 1 പൗണ്ട് അല്ലേ? 1 പൗണ്ട് ഈസ് ഈക്വൽ ടു 129 ആണ്. ഒരു പൗണ്ടിന് 130 രൂപ അടുപ്പിച്ച് ആണ് ഇവിടുത്തെ റേറ്റ്. അപ്പം നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഒരു ലിറ്ററിന് 1.8 പോയി. ഇതാണ് റോഷൻ ബ്രോ. ഹായ് ബ്രോ. ഹായ്. എവിടെയാ സ്ഥലം ബ്രോന്റെ സ്ഥലം? ഞാൻ ലണ്ടൻ. അല്ല നാട്ടിലെവിടെയാ? സോറി, നാട്ടില് കോഴിക്കോട്. ഞാൻ ലണ്ടനില് 17 വർഷമായി. 17 വർഷം. 2009 വന്നാണ്. എങ്ങനെയുണ്ട് ലണ്ടൻ? ലണ്ടൻ പിടിച്ചോ? ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അതെ 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 അതെ. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും ഓക്കെ, ഹാപ്പിയാണ്. ഞാൻ നോക്കട്ടെ, എനിക്ക് പോവാൻ തോന്നൂലേ? പോവാൻ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നീ പോകുമ്പോ എനിക്ക് ഇത് തരണം എന്നുള്ളത്, ഫീഡ്ബാക്ക് തരണം എന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ലിവർപൂളിലോട്ട് പോവാണ് കേട്ടോ. ലിവർപൂൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. എത്ര മൈലുണ്ട് ലിവർപൂളിലോട്ട്? എത്ര? 40 മൈൽസ്, 40 മൈൽസ് ഉണ്ട് കേട്ടോ.